നമസ്കാരം, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിമിനറി ഓൾറെഡി കഴിഞ്ഞു. 2025-26 നടന്ന പരീക്ഷ കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ഇനി വരാൻ പോകുന്നു. ഇനി നമുക്ക് മെയിൻസ് എഴുതാവുന്ന കുട്ടികളാണ് അതിലേക്ക് നോക്കുന്നത്. അതല്ല, ഈ തവണ പ്രിലിംസ് മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളോ അല്ലെങ്കിൽ അടുത്ത വട്ടം ഡിഗ്രി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയുള്ള അവസരം ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയില്ലാത്തവർ ശ്രദ്ധിച്ചു കേൾക്കുക. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പരീക്ഷയാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി പോസ്റ്റുകളിൽ ഒന്നാണ്. കേരളത്തില് PSCയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിൽ സെക്രട്ടേറിയറ്റിനേക്കാളും യൂണിവേഴ്സിറ്റിനേക്കാളും ഒക്കെ കുറച്ചും കൂടെ മുകളിൽ, ഒരു പടി മുകളിൽ നിൽക്കുന്ന പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്. അതിന്റെ മുകളിൽ പിന്നെ KSA ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ആ പരീക്ഷയാണ് അടുത്ത കൊല്ലം വരാനിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പരീക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. മേജറായിട്ട് നമുക്ക് നോക്കാനുള്ളത് അതിന്റെ അഡ്വൈസ്, അതിന്റെ സിലബസ്, റാങ്ക് ലിസ്റ്റ്, പ്രീവിയസ് കട്ട് ഓഫ്, ഒന്നാം റാങ്കുകാരന്റെ മാർക്ക് എത്രയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ആലോചിക്കേണ്ടത് എന്താ? എത്ര അഡ്വൈസ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോയി? കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര അഡ്വൈസ് പോയി നോക്കുക. കഴിഞ്ഞ വട്ടം നടന്ന പരീക്ഷയ്ക്ക് 2025 പുറത്ത് വന്ന ലിസ്റ്റ് ആണ്. 2025 വന്ന ലിസ്റ്റ് എത്ര നാളുണ്ടാവും? 3 കൊല്ലത്തെ 3 ഇയേഴ്സിന്റെ കാലാവധിയാണ് ആ ലിസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, 26, 27, 28 ആകുമ്പോഴത്തേക്കും ആ ലിസ്റ്റ് തീരും. സോ അടുത്ത കൊല്ലം ആ പരീക്ഷ നടന്നാലേ 27ലേക്ക് അടുത്ത ലിസ്റ്റ് വരാൻ പറ്റുള്ളൂ. സോ 2028ലേക്കാണ് ലിസ്റ്റ് വരാൻ പോകുന്നത്. 27 ഏകദേശം മെയ് ജൂൺ സമയത്ത് പരീക്ഷ നടക്കും. പ്രിലിമിനറി പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് മെയിൻസ് പരീക്ഷയും നടക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ പോവുക. ഓൾറെഡി ഈ വട്ടം എഴുതിയവർക്ക് ഈ ഫ്ലോ അറിയാം, അറിയില്ലാത്തവർക്ക് വേണ്ടിയാ പറയുന്നത്. ഓക്കെ, പക്ഷെ 207 ഒഴിവുകൾ പോയി എന്നുള്ളതാണ്. ഏകദേശം 207ഓളം ഒഴിവുകൾ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനൊരു കാരണം കൂടെ ഉണ്ട്. കുറച്ച് നാളുകളായി പരീക്ഷ വിളിച്ചിട്ട്. അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിന് 3 കൊല്ലം മുന്നേ വിളിച്ചതാ. ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതിന് 3 കൊല്ലം മുന്നേ വിളിച്ചതാ. പക്ഷേ LSGD വിളിച്ചിട്ട് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള സെക്രട്ടറി വിളിച്ചിട്ട് കുറച്ചധികം നാളുകളായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് ഇത്രയും ഒഴിവുകൾ, 207 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒഴിവുകൾ വിളിച്ചത്. ഓക്കെ, ഇങ്ങനെ ആവുമ്പോഴും നമുക്ക് നോക്കാം. നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. കേരളത്തിലെ ഏറ്റവും നല്ല തസ്തികകളിൽ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരിക. 2 പേപ്പറുകളാണ് വരിക, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 നമ്മുടെ ഡിഗ്രി പ്രിലിമിനറിയുടെ സെയിം പേപ്പറാണ് വരിക. അവിടെ വരുന്ന ടോപ്പിക്കുകൾ ജനറൽ നോളജില് ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാം വരും. കറണ്ട് അഫെയർ വരുന്നുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, MEM എന്ന് നമ്മൾ വിളിക്കുന്ന ഏരിയാസ്. സോ MEM, GK പ്ലസ് സയൻസ് പ്ലസ് കറണ്ട് അഫേഴ്സ്. സോ ഇത്രയും ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് പേപ്പർ 1 വരിക. അത് എന്തിൽ തന്നെ വരുന്ന? പ്രിലിംസിൽ തന്നെ വരുന്നതാ. സോ നമ്മൾ പ്രിലിംസ് എഴുതുന്ന കാര്യങ്ങൾ, പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? പേപ്പർ 1 റിവൈസ് ചെയ്താൽ മതിയാകും. അതാണ് ഇവിടുത്തെ പോയിന്റ്, ഒന്നാമത്തെ കാര്യം. പക്ഷേ ട്വിസ്റ്റ് വരാൻ പോകുന്ന ഇവിടെ ഒന്നുമല്ല. പേപ്പർ 2 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ലോക്കൽ ഗവേണൻസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. കഴിഞ്ഞ വട്ടം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ഈ തവണ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയോ ഒന്നും ആവും തോന്നല്ല. കഴിഞ്ഞ വട്ടം സെക്രട്ടറി അസിസ്റ്റന്റ് കുറച്ചുകൂടി എളുപ്പമുള്ള മെയിൻസ് ആയിരുന്നു. LSGSന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മെയിൻസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. 200 മാർക്കിലെ പരീക്ഷയാ. നിങ്ങൾ കണ്ടാൽ അറിയാം, 200 മാർക്കിലെ പരീക്ഷയുടെ കട്ട് ഓഫ് കേട്ടാൽ തന്നെ അറിയാം. അപ്പൊ സെക്രട്ടറിയേറ്റിന്റെ കട്ട് ഓഫ് നമുക്കറിയാം 140 പ്ലസ് ആയിരുന്നു സെക്രട്ടറിയേറ്റിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ കട്ട് ഓഫ് 200-ൽ 140 ആയിരുന്നപ്പോ ഇതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നറിയോ? കട്ട് ഓഫ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ, 95.66 ഉണ്ടായിരുന്നുള്ളൂ. അത്ര ടഫായിരുന്നു ആ പരീക്ഷ എന്നുള്ളതാ. ആ പരീക്ഷ ടഫായിരുന്നു. 471 പേര് മാത്രമാണ് എന്തിലുണ്ടായിരുന്നത്? ലിസ്റ്റിലുണ്ടായിരുന്നത്. 471 പേര് ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 439 പേര്. മൊത്തം 927 മാത്രമാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതില് 207 പേർക്കാണ് ഇപ്പൊ ജോലി കിട്ടിയത്. നല്ലൊരു പോസ്റ്റ് ആണെന്ന് ആലോചിക്കുക. ടഫ് ആയിരിക്കും എന്ന് ആലോചിക്കുക. കഴിഞ്ഞ വട്ടം ചോദിച്ച
പേപ്പർ. ഇനി പേപ്പർ 2 എന്താ സംഭവിക്കുന്നത്? പേപ്പർ 2 മേജർ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇന്ത്യൻ പൊളിറ്റി നമുക്ക് ഓക്കെ ആണ്, നമുക്ക് പരിചയമുള്ള ഒരു ഏരിയ ആണ്. ഇന്ത്യൻ എക്കണോമിയും നമുക്ക് പരിചയമുള്ള ഏരിയ ആണ്. പക്ഷേ ഇവിടെ 15 മാർക്കിനുണ്ട്. മുകളിലോട്ട് പോയാൽ റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്, അർബൻ ഗവർണൻസ്, ഇ ഗവർണൻസ്. ഇത്രയും ടോപ്പിക് സ്പെഷ്യൽ ആയിട്ട് ഈ പരീക്ഷയ്ക്ക് മാത്രം ഉള്ളതാണ്. ഇതിൽ ഇ ഗവർണൻസ് നമ്മൾ വിചാരിക്കും അത് കുറെ പേപ്പറിൽ ഉള്ളതല്ലേ സാർ, അത് വലിയ പ്രശ്നം വരില്ലല്ലോ. അല്ല, നല്ല ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ കണ്ടാൽ അറിയാം ആ എക്സാമിന്റെ ഒരു നിലവാരം എത്രത്തോളമാണെന്ന്. സോ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഏരിയാസും വ്യക്തമായിട്ട് കവർ ചെയ്താൽ മാത്രമേ അവിടെ നമുക്കൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താണ് ആ നല്ല മാർക്ക്? 95 കട്ട് ഓഫ് എന്ന് ഞാൻ പറയുമ്പോൾ 95.66 ആണ് അവസാനം റാങ്ക് ലിസ്റ്റിൽ വന്ന ജനറൽ കാൻഡിഡേറ്റിന്റെ മാർക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. ഒന്നാം റാങ്കുകാരന്റെ ഫസ്റ്റ് റാങ്കുകാരന്റെ മാർക്ക് എത്രയാ? ഒന്നാം റാങ്കുകാരന് കിട്ടുന്ന മാർക്ക് എത്രയാ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആളുടെ മാർക്ക് എത്രയാ? അത് നമുക്ക് കാണാം. ഇതാ കണ്ടോളൂ, 125.66 ആണ്. അതായത് ഈ സെക്രട്ടേറിയറ്റിന്റെ കട്ട് ഓഫ് തന്നെ 140 ആണ് 200-ല്. ഇവിടെ ഒന്നാം റാങ്കുകാരന്റെ മാർക്ക് 200-ല് 125 ആണെന്നുള്ളതാണ്. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. വളരെ ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നത്. ഈ വട്ടം അത്രത്തോളം ടഫ് ആകും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളൂ. 51,500 രൂപ 51,500 രൂപ തുടക്ക ശമ്പളമുള്ള ഒരു ജോലിയാണിത്. കേരളത്തിലെ KS കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി ജോലിയാണ്. ഇതിനു വേണ്ടി ഒരു കൊല്ലം മെനക്കെട്ടു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇത് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്, ഒന്നാമതായിട്ട് അയാൾ പഠിക്കേണ്ടത് പ്രിലിംസിന് വേണ്ടിയിട്ട്, പ്രിലിംസ് പ്ലസ് പേപ്പർ 1 മനസ്സിൽ വെച്ചിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അത് പഠിച്ചൊരു കരയ്ക്ക് എത്തുമ്പോഴത്തേക്കും ഏത് തുടങ്ങണം? പേപ്പർ 2 കൂടെ തുടങ്ങണം. ഇവിടെ വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? പേപ്പർ 2 വരാൻ പോകുന്നത് എപ്പോഴത്തേക്കാ? കാര്യം ശരിയാ, ഒക്ടോബർ സെപ്റ്റംബറിലാണ് പേപ്പർ 2 നടക്കാൻ പോകുന്നത്. സംഭവമൊക്കെ ശരിയാ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, മെയ് ജൂണില് പരീക്ഷ നടന്നു, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ, ഈ 3 മാസം കൊണ്ട് പേപ്പർ 2 എന്ന് പറയുന്ന വലിയൊരു കടമ്പ കടന്നു കിട്ടാൻ ഭയങ്കര പാടാ. സോ ഇപ്പോഴേ ഡേ 1 മുതലേ നമ്മുടെ കയ്യിൽ എന്ത് പ്ലാൻ വേണം? മെയ് ജൂണിൽ നടക്കാൻ പോകുന്ന പ്രിലിംസിനുള്ള പ്ലാനും വേണം. അതുപോലെ തന്നെ ഒക്ടോബർ സെപ്റ്റംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തിന്റെ പ്ലാനും വേണം? പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പ്ലാൻ ഉണ്ടെങ്കിലേ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഒരു പരിധി വരെ പ്രിലിംസ് കഴിഞ്ഞിട്ട് പേപ്പർ 2 പഠിക്കാം, നടക്കില്ല. കാര്യം എന്താണെന്നറിയോ? അത്രയ്ക്ക് കട്ടിയുള്ള സിലബസ് അവിടെയുള്ള, നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട കുറെ ഏരിയാസ് ഇവിടെ ഉണ്ട്. സോ പേപ്പർ 1 പഠിച്ച് അല്ലെങ്കിൽ പ്രിലിംസിന്റെ ഏരിയ, ജനറൽ ടോപ്പിക് പഠിച്ച് ഒരു കരക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നൈസായിട്ട് പതിയെ അങ്ങ് തുടങ്ങുക സ്പെഷ്യൽ പേപ്പർ. സോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലെ ഒരുപാട് കുട്ടികളുടെ ഇനി അങ്ങോട്ടുള്ള ലക്ഷ്യം എന്ത് തന്നെയാണ്? LSTD പരീക്ഷ തന്നെയാണ്. LSTD പരീക്ഷയ്ക്ക് വേണ്ടിയില്ല, ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും. അങ്ങനെയുള്ള ഞാനും നിങ്ങളും എല്ലാം മനസ്സിലാക്കണം, ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താവണം? ആദ്യത്തെ റാങ്കുകളിൽ വന്നാലേ പറ്റുള്ളൂ. ആദ്യത്തെ 100 റാങ്കിന്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ ഇവിടെ ജോലി കിട്ടാൻ പോകുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എന്തല്ല, പേപ്പർ 1 ആവാനുള്ള സാധ്യത തീരെ കുറവാ. പേപ്പർ 2 നല്ലവണ്ണം പഠിക്കുന്നവന് ഇവിടെ ഒരു എഡ്ജ് ഉണ്ടാവും, ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പേപ്പർ 1 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കോമ്പറ്റീഷനിൽ ഉണ്ടാവണം. പേപ്പർ 1 വെച്ചിട്ട് നമ്മൾ കോമ്പറ്റീഷനിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റണം ബാക്കിയുള്ളവരെ വെച്ചിട്ട്. പേപ്പർ 2 ആണ് നമ്മളെ ഏറ്റവും വലിയ റാങ്കിലേക്ക്, ഉന്നതമായിട്ടുള്ള റാങ്കിലേക്ക്, ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാൻ പോകുന്നത്.
സോ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പഠനം തന്നെ LSGDക്ക് വേണ്ട വരും. LSGD നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? പരീക്ഷ നടക്കാൻ പോകുന്നത് 2028 റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന പരീക്ഷ നടക്കാൻ പോകുന്നത് 2027 എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഈ തവണ മാർക്ക് കുറവുള്ളവരോ അല്ലെങ്കിൽ അടുത്ത തവണ എഴുതാൻ പോകുന്നവരോ ഈ തവണത്തെ ഈ തവണത്തെ മെയിൻസ് പഠിക്കുമ്പോൾ എന്തായാലും പേപ്പർ 1 പഠിക്കണം. അതിന്റെ കൂടെ തന്നെ ഇതും കൂടെ മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. അതല്ല ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവർ ഒരു സൈഡിൽ നിന്ന് പേപ്പർ 2 കൂടെ പഠിച്ചു തുടങ്ങുക. ഏറ്റവും പുതിയ ബാച്ച് CCയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി ഇതെല്ലാം പഠിച്ച് ശീലമുള്ള കുറെ പ്രീവിയസ് പ്രിലിംസ് പാസ് ചെയ്തിട്ടുള്ള മെയിൻസ് സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും നമ്മുടെ മെന്ററായിട്ട് വരുന്നത്. ആ മെന്ററിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പരീക്ഷയെ മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡേ 1 മുതലേ ഒരു ഗൈഡൻസോടുകൂടി തുടങ്ങണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. 8590202323 എന്ന നമ്പറിലേക്ക് വിളിക്കുക. LSGD ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയാണ്. തുടക്കം മുതലേ പഠിച്ചു തുടങ്ങുന്നവർക്കായിരിക്കും അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. അവസാനത്തെ ദിവസങ്ങൾ മനസ്സിലാക്കി വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ലൈവ് ക്ലാസ് ഉൾപ്പെടെ പഠിക്കുന്നതാണ് നല്ലത്. അതല്ല സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാര് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോട് ഒന്ന് മനസ്സിലേക്ക് വെക്കുക. ഇനിയും LSTDയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് LSTDയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനെ പറ്റി അറിയണം, ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് അറിയണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏത് ഭാഗത്താണ് കറണ്ട് അഫയർ ചോദിച്ചത്, ഈ ഗവേണൻസ് ഏരിയ കഴിഞ്ഞ വട്ടം എവിടുന്നാ വന്നത്, ഇങ്ങനെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഇനിയും വീഡിയോസുമായിട്ട് വരുന്നുണ്ടാവും. നിങ്ങൾ കമന്റ് ഇട്ടാൽ മാത്രമേ ഇനി വീഡിയോസ് ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.